തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട പശ്ചിമബംഗാൾ സ്വദേശിയായ 3 വയസ്സുകാരന്റെ ശസ്ത്രക്രിയ പൂർത്തിയായി. കുട്ടിയുടെ തലയ്ക്ക് ക്ഷതമേറ്റതിനെ തുടർന്ന് ആന്തരിക രക്തസ്രാവമുണ്ടായതായും ജീവൻ രക്ഷിക്കാനുള്ള അടിയന്തര ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ദുരൂഹത ഉണ്ടെന്ന സംശയത്തെ തുടർന്ന് കുട്ടിയുടെ പിതാവിനെ പോലീസ് ചോദ്യം ചെയ്തു. ഡോക്ടർമാർ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ തന്നെ കുട്ടിയുടെ പരിക്കുകളിൽ അസ്വാഭാവികത കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ആശുപത്രി വൃത്തങ്ങൾ പോലീസിനെയും ചൈൽഡ് ലൈൻ ഉദ്യോഗസ്ഥരെയും വിവരമറിയിച്ചു. നമ്മൾ നോക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ചതവുകളുണ്ട്. കൈയിലും കാലിലും ചതവുകളുണ്ട്. തലയിലുള്ള ഒരു ബ്ലീഡിംഗ് ആണ് ഇതിൽ ഏറ്റവും ലൈഫ് ത്രെറ്റനിങ് ആയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞത്. മസ്തിഷ്കത്തിലുണ്ടായിട്ടുള്ള രക്തസ്രാവം, പുറമേ ഈ പിൻഭാഗത്തായിട്ട് പൊള്ളലിൻ്റെ പാടുകളും എല്ലാം ഉണ്ട്. അതായത് ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു അപകടം കൊണ്ട് ഉണ്ടാകാവുന്നതിൽ കൂടുതലായിട്ടുള്ള രീതിയിലുള്ള ഒരു മുറിവുകളും ചതവുകളുമാണ് ദേഹത്ത് മുഴുവൻ കാണുന്നത്. അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിച്ച കുട്ടി ടെറസിന് മുകളിൽ നിന്ന് വീണ് പരിക്കേറ്റതെന്നാണ് പിതാവ് പോലീസിനെയും ആശുപത്രി വൃത്തങ്ങളെയും അറിയിച്ചത്. എന്നാൽ പരിക്ക് ഗുരുതരമാണെന്ന് അറിയിച്ചിട്ടും ഉടൻ തന്നെ മറ്റൊരാശുപത്രിയിൽ കുട്ടിയെ പ്രവേശിപ്പിക്കണമെന്ന് മാതാപിതാക്കൾ വാശി പിടിച്ചതാണ് സംശയത്തിനിടയാക്കിയത്. നമ്മൾ കുട്ടി എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരവായിട്ട് കിട്ടിയത് പറഞ്ഞ കാര്യങ്ങളും കുട്ടിയെ കാണുമ്പോൾ ഉള്ള ആ ഒരു ഇഞ്ചുറീസിൻ്റെ പാറ്റേണും മാച്ച് ചെയ്യാതെ വന്നതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് ഉള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ആവശ്യം തോന്നി. കുട്ടിയുടെ മാതാപിതാക്കളുടെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങളുണ്ടെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ലവിൻ കെ വിജയൻ, മീഡിയ 1 കൊച്ചി.